Hi friends, and welcome back to my channel. 2024 നേവി SSR ആൻഡ് MRന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആവുന്നത് മെയ് 13 മുതലാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് 2024 നേവി SSR ആൻഡ് MRന്റെ ഫുൾ സിലബസ് പാറ്റേൺ ആണ്. 2024 നേവി SSR ആൻഡ് MRനെ തയ്യാറെടുക്കുന്ന കൂടുതലും കുട്ടികളും ബിഗിനേഴ്സ് ആണ്. അവർക്ക് ആർക്കും തന്നെ അറിഞ്ഞൂടാ സിലബസ് എന്താണ്, ഓരോ സിലബസ് പാറ്റേണിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ഇതാണ് വരുന്നത്, അതിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്നും തന്നെ അറിഞ്ഞൂടാ. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും കുട്ടികളെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സച്ച് വീഡിയോസ്. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ആന ഡിഫൻസ് അക്കാഡമിയിൽ നേവി SSR ആൻഡ് MRലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. മെയ് 15 മുതലാണ് ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ടോട്ടൽ കോഴ്സ് ഫീസ് കുട്ടികളെ 4000 രൂപയാണ്. ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ് ആണ് ഓൺലൈൻ ക്ലാസ്സസ് ലഭിക്കുന്നതായിരിക്കും. എല്ലാ ദിവസവും ക്ലാസ്സുകൾ 2 മണി മുതൽ 4 മണി വരെ ആയിരിക്കും. പിന്നെ എല്ലാ ദിവസത്തെയും ക്ലാസ്സിന്റെ PDF നോട്ട്സും റെക്കോർഡഡ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും. വീക്കിലി 6 ദിവസം ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. സബ്ജക്ട് വൈസ് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. എക്സാം ബേസ്ഡും അതുപോലെ തന്നെ മെഡിക്കൽ അവയർനെസ്സും ഫിസിക്കൽ ഫിറ്റ്നസ് കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതായത് ഈ ഒരു പാക്കേജിനോടൊപ്പം നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും കുട്ടികളെ. നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന 50 ദിവസത്തിനുള്ളിലാണ്. കാരണം നിങ്ങളുടെ എക്സാം ഡേറ്റ് വരാൻ പോകുന്നത് ജൂലൈ ഫസ്റ്റ് വീക്കിലായിരിക്കും. അതിന് മുന്നേ തന്നെ നമ്മൾ ഈ സിലബസ് എല്ലാം കവർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ ആ ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നതായിരിക്കും. 50 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ ജോയിൻ ചെയ്യാവുന്നതാണ്. ടോട്ടൽ കോഴ്സ് ഫീസ് 4000 രൂപയാണ്. തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് നേവി SSR ആൻഡ് MRന്റെ സിലബസ് പാറ്റേണിനെ കുറിച്ച് നോക്കാം. SSRൽ ടോട്ടൽ 100 ക്വസ്റ്റൻ ആണ് വരുന്നത്. മാത്സിന് 25, ഇംഗ്ലീഷ് 25, സയൻസ് 25, GK 25. MRൽ ടോട്ടൽ 50 ക്വസ്റ്റൻ ആണ് വരുന്നത്. മാത്സിന്റെ 12, സയൻസിന്റെ 13, GKയുടെ 25 ക്വസ്റ്റ്യൻ. ഇവിടെ സയൻസ് എന്നൊരു പോർഷനിൽ നിന്ന് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ്. ഫിസിക്സിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ, പിന്നെ കെമിസ്ട്രി ആൻഡ് ബയോളജിയിൽ നിന്നാണ് 3 to 5 ക്വസ്റ്റ്യൻ വരുന്നത്. അതുപോലെ തന്നെ GK ജനറൽ അവയർനെസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ 21 ക്വസ്റ്റ്യൻ, അറൌണ്ട് 21 ക്വസ്റ്റ്യൻ GKയിൽ നിന്ന് വരും. പിന്നെ 4 to 5 ക്വസ്റ്റ്യൻ വരുന്നത് റീസണിംഗിൽ നിന്നുമാണ്. ഇതേ രീതിയിൽ തന്നെയാണ് ഇവിടെ MRലും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഓരോ പോർഷനിൽ നിന്നും ഏതൊക്കെ ചാപ്റ്റർ ആണ് നമ്മൾ കവർ ചെയ്യേണ്ടുന്നത് എന്നുകൂടി ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. ആ ഓരോ ചാപ്റ്റർ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നേവി MRും അതുപോലെ തന്നെ SSRും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഓരോ സബ്ജക്റ്റിൽ നിന്നും പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് നേവി SSRനെ നോക്കാം. മാത്സ് തന്നെ എടുക്കാം. ടോട്ടൽ 25 ക്വസ്റ്റൻ ആണ് വരുന്നത്. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, ലോഗരിതം, കോംപ്ലക്സ് നമ്പർ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സീക്വൻസ് ആൻഡ് സീരീസ്, ട്രിഗ്നോമെട്രി. സോ കുട്ടികളെ നിങ്ങൾ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഈ ചാപ്റ്റേഴ്സ് ഇത്രയും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇത്രയുമാണ് 25 ചാപ്റ്റേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എല്ലാം നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും ചാപ്റ്റേഴ്സ് ഇവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിരിക്കണം നേവി SSRന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ. മനസ്സിലായാലും 25 ക്വസ്റ്റൻ ആണ് വരുന്നത്. +2 ലെവലുള്ള എക്സാം ആണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇത്രയും പോർഷൻസ് നിങ്ങൾ കവർ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഫേസ് 1ഉം ഫേസ് 2ഉം ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് നോക്കാം കുട്ടികളെ സയൻസിൻ്റെയും ഇവിടെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. എല്ലാ ചാപ്റ്റേഴ്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ കവർ ചെയ്തിരിക്കണം സയൻസിൽ നിന്ന്. പിന്നെ കമ്പ്യൂട്ടർ പോർഷനിൽ നിന്ന് 1 or 2 ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാ എക്സാമിനും വരാറുണ്ട്. അതുകൊണ്ട് കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ഐഡിയാസ് കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് സയൻസിന് നിങ്ങൾ കവർ ചെയ്യേണ്ടുന്നത്. ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് ജനറൽ അവയർനെസ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു പോർഷൻ ആണ്. 25 ക്വസ്റ്റൻ ആണ് വരുന്നത് ഇവിടെ നിന്നും. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതിനകത്ത് സ്ട്രാറ്റജിക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ജോഗ്രഫി ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഹിസ്റ്ററി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇനി വേണ്ടുന്ന ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇത്രയും പോർഷൻസ് നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ക്ലിയർ? ഇനി നമ്മൾ നോക്കേണ്ട നേവി MRന്റെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നേവി SSRന്റെ സിലബസിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ്. മാത്സ് കവർ ചെയ്തു, സയൻസ് കവർ ചെയ്തു, ഇംഗ്ലീഷ് കവർ ചെയ്തു, GK കവർ ചെയ്തു. ഇത്രയും പോർഷൻസ് നിങ്ങൾ വീഡിയോ നോട്ട് പോസ്റ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ് കുട്ടികളെ നേവി MRന്റെ സിലബസ് പാറ്റേൺ ആണ്. ഇവിടെ നിങ്ങൾക്ക് സയൻസിന്റെ കാണാം. സ്ക്രീൻഷോട്ട് എടുക്കുക അഗെയിൻ. ഇനി നമുക്ക് നേവി MRന്റെ സിലബസ് നോക്കാം. ബാക്കി സയൻസിന്റെ എല്ലാ അപ്ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. നേവി MR സിലബസ് സയൻസ് പാറ്റേൺ ആണ്. അതിനുശേഷം MR സിലബസിന് മാത്സ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം പ്രോപ്പറായിട്ട് സിലബസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് GK പോർഷൻസ്. GK പോർഷൻ ആൾറെഡി SSRൽ പറഞ്ഞിരിക്കുന്ന അതേ GK പോർഷൻസ് തന്നെയാണ് നിങ്ങൾ ഇവിടെയും കവർ ചെയ്യേണ്ടത്. GKക്കകത്ത് ഒരു മാറ്റവുമില്ല. അത്രയും കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ. MRനാണെങ്കിലും അതുപോലെ തന്നെ SSRനാണെങ്കിലും. മാത്സിലും സയൻസിലും മാത്രമാണ് വേരിയേഷൻ ഉള്ളത്. പിന്നെ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻ MRലും വരാറുണ്ട്, അതുപോലെ തന്നെ SSRലും വരാറുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമാണ് വരുന്നത്. മിനിമം 3 or 4 or 5 ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് കുട്ടികളെ. ഇത്രയുമാണ് MR ആൻഡ് SSRന്റെ സിലബസ് പാറ്റേൺ എന്ന് പറയുന്നത്. പിന്നെ ഓരോ സബ്ജക്റ്റിൽ നിന്നും വരുന്ന
ചാപ്റ്റേഴ്സിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു. ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ കവർ ചെയ്തിരിക്കണം. നിങ്ങൾ നേവി SSR ആൻഡ് MRനെ തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ ചാപ്റ്റേഴ്സ് എല്ലാം എവിടുന്ന് കിട്ടിയെന്ന് നിങ്ങൾക്ക് ഡൗട്ട് കാണുമല്ലേ. ഈ ചാപ്റ്റേഴ്സ് എല്ലാം കുട്ടികളെ നമ്മുടെ ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടിയ സെയിം ചാപ്റ്റേഴ്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഇഷ്ടത്തിലൊന്നും ആഡ് ചെയ്ത ചാപ്റ്റേഴ്സ് അല്ല. ഇത്രയും സെയിം ചാപ്റ്റേഴ്സ് നിങ്ങൾ ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ കൂടുതലും കുട്ടികൾക്ക് അറിഞ്ഞുകൂടി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഒത്തിരി കുട്ടികൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേവി SSR ആൻഡ് MRന്റെ സിലബസ് എന്താണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നതിനെ കുറിച്ചിട്ട്. കാരണം ഈ ഒരു നേവി SSR MRന്റെ വേക്കൻസി വളരെ കുറവാണ്. എന്നാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ കുട്ടികൾ വളരെ കുറവാണ് ഇതിന് തയ്യാറെടുക്കുന്നതും. ഓൾ ഇന്ത്യ ലെവലിലാണ് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും വരുന്നത്, അതായത് വേക്കൻസി വരുന്നത്. അപ്പോൾ കുട്ടികൾ വളരെ കുറവാണ് തയ്യാറെടുക്കുന്നതും. നിങ്ങളും 2024 ഇന്ത്യൻ നേവിയുടെ യൂണിഫോം ധരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അന്ന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ബാക്കി ഇത്രയും സിലബസിൽ ഇവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേറെ